ഈ ഹേർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് ആക്ച്വലി വളരെ കോമൺ ആണ് ഈ സമയത്ത്. നേരത്തെയൊക്കെ നമ്മൾ വൺസ് ഇൻ എ വൈലാണ് ഒരു ഹേർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ടാണ് ആളുകൾ പറയുന്നത്. അത് ഒരുപോലെ പോസിറ്റീവായിട്ട് അതിനെ ലൈറ്റായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവാണ്. പക്ഷേ ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒരു പോസിറ്റീവാണ്. അത് ഹേർണിയാണെന്ന് പറയുകയാണെങ്കിൽ അതങ്ങ് പൊക്കോളും, ശരിയായിക്കോളും എന്നൊരു ഫീലും വരും. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആക്ച്വലി ഹേർണിയ എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടലിറക്കം എന്ന് പറയും, ബേസിക്കലി നമ്മുടെ വയറിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റിയർ അബ്ഡോമിനൽ വാൾ അല്ലെങ്കിൽ ഉദരഭിത്തിയിൽ വരുന്നൊരു ഡിഫക്റ്റാണ്, ഒരു ചെറിയൊരു ഹോളാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ കുടൽ അല്ലെങ്കിൽ കുടലിൻ്റെ ചുറ്റുമുള്ള ഈ കൊഴുപ്പ് പുറത്തോട്ട് തള്ളി വരുന്നത്. സോ ബേസിക്കലി ആ ഒരു ഡിഫക്റ്റ് അടച്ചാലേ, അല്ലെങ്കിൽ ആ തിരിച്ച് ആ കുടൽ അകത്തോട്ട് ഇട്ടിട്ട് ആ ഡിഫക്റ്റ് അടച്ചാലേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹെർണിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇസ് സർജറി. അതായത് അൾട്ടിമേറ്റ് അതിന്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ആണ്. ബാക്കിയെല്ലാം സിംറ്റമാറ്റിക് മാനേജ്മെന്റ് മാത്രമേ. നമ്മുടെ പെയിൻ റിലീഫ് ആണെങ്കിലും ചിലപ്പം ക്രോണിക്കലി ഇൽ പേഷ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ മാത്രം നമ്മൾ അതിന്റെ കൺസർവേറ്റീവ് മെഷേഴ്സ് ആയിട്ട് പറയുന്നത് ഈ ഹെർണിയ ബെൽറ്റ് ഒരു കൺട്രോൾഡ് ഇതിൽ പെയിൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സർജറി ചെയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് മാറിക്കോളും, അത് ഓക്കെ ആയിക്കോളും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? അതിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് എന്താണ്? അതുകൊണ്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഹെർണിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇറക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഹെർണിയ. അത് എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു ഫസ്റ്റ് നമ്മുടെ ഹെർണിയയുടെ കോംപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഈ പുറത്ത് തള്ളി വരുന്ന കുടൽ തിരിച്ച് അകത്തോട്ട് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ രക്തയോട്ടമൊക്കെ കുറയുമ്പോൾ ഒരു സ്ട്രാങ്കുലേഷൻ വന്ന അവസ്ഥ എത്തുമ്പോൾ ഒരു സർജിക്കൽ എമർജൻസി ആയി മാറും. കുറേ പേഷ്യൻസ് നമ്മൾക്ക് വന്ന് ചോദിക്കുന്നൊരു ചോദ്യം, കുറേ നാളായിട്ടുണ്ട് ഹെർണിയ, പക്ഷെ അവർക്ക് തടസ്സമോ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അപ്പം എപ്പോഴാണ് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും, എന്താണ് നമ്മൾ അതിൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് അവർ ചോദിക്കുമ്പോൾ, സോ the predictability is not there when any time of നമുക്കത് പറയാൻ പറ്റില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. പാത്രത്തിലൊരു വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ലീക്ക് ആവും. സോ ആ ഹോൾ അടച്ചാലേ ആ പാത്രത്തിന് വെള്ളം നിൽക്കത്തുള്ളൂ. ദാറ്റ് ഇസ് സെയിം വേ ഈ ഡിഫക്റ്റ് അടച്ചാലേ അത് ട്രീറ്റ്മെന്റ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെർണിയ ആണ് എന്ന് മനസ്സിലാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? മോസ്റ്റ് കോമൺ സിംറ്റം തടിപ്പ് തന്നെയാണ്. ഈ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉദരഭിത്തി അല്ലെങ്കിൽ ആൻറ്റിയർ അബ്ഡോമിനൽ വാളിൽ പല സ്ഥലത്ത് വരാൻ പറ്റും. നിങ്ങൾ ഇടുപ്പിൻ്റെ താഴെ വരാൻ പറ്റും, പൊക്കിളിന് ചുറ്റും വരാൻ പറ്റും, പൊക്കിളിൻ്റെ മുകളിൽ വരാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർണിയ ഉണ്ട്. ഇൻഗ്വൈനൽ, അംബലിക്കൽ, വെൻട്രൽ വാൾ ഹെർണിയ. അപ്പം ഈ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു തടുപ്പ് തന്നെ. നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ എവിടെയാണെങ്കിലും ഒരു തടിപ്പ് വന്നാൽ ഇറ്റ് ക്യാൻ ബി ഹെർണിയ. അത് യൂഷ്വലി മിക്ക ആൾക്കാരിലും ആദ്യമേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വയറിനകത്ത് സ്ട്രെയിൻ കൂടുന്ന ഒരു അവസ്ഥ, അതായത് ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു തള്ളലായിട്ട് കാണും. ഇനിഷ്യൽ സ്റ്റേജസിൽ അത് കിടന്നു കഴിയുമ്പോൾ അത് തനിയെ ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് യൂഷ്വലി അതിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റം ഉണ്ടാവുക. പിന്നെ ഒത്തിരി നാൾ കഴിയുമ്പോഴാണ് ഈ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് കിടന്നു കഴിഞ്ഞാലും അകത്തേക്ക് പോകാത്ത ഒരു മുഴയായിട്ട് അവിടെ നിൽക്കുന്നത്. സോ മോസ്റ്റ് കോമൺലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തടിപ്പ്, ഒരു മുഴ തന്നെയാണ്. പിന്നെ അതിൻ്റെ വേദന, ദാറ്റ് ഇസ് അടുത്ത സിംറ്റമായിട്ട് വരുന്ന ആ ഒരു മുഴയിൽ വരുന്ന വേദനയും അതിന് ചുറ്റുമുള്ള ഭാഗത്ത് വരുന്ന ഒരു വലിച്ചൽ പോലെ ഒരു വേദന ഉണ്ട്, ഡ്രാഗിങ് ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ടാവാറുണ്ട്. അത് ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് സിംറ്റം. പിന്നെയാണ് നമ്മൾ ഈ കുടൽ തടസ്സം ഒക്കെ വരാൻ പോകുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഈ തള്ളി വരുന്ന കുടൽ അകത്തോട്ട് പോകാതിരിക്കുമ്പോൾ നമുക്ക് മലം കറക്റ്റായിട്ട് പോകാറില്ല. ബിക്കോസ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഒരു എമർജൻസി ആയിട്ട് അത് മാറും. ദെൻ വി ഹാവ് ടു ആ പേഷ്യൻ്റ് വരുന്ന ആ ദിവസം തന്നെ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ ബേസിക് സിംറ്റം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വയറിന് സ്ട്രെയിൻ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരു ചെറിയ തള്ളൽ പോലെ വരുന്നതാണ് ഏറ്റവും ഏർലി സിംറ്റം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ വയറിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തടിപ്പുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹെർണിയ, അത് ട്രീറ്റ് ചെയ്യാം. ലാസ്റ്റാണ് ഈ വോമിറ്റിങ്ങും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ് തള്ളി വരുന്നതും കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ വരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വെരി കോമൺ, ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ ഹെർണിയ. ഇതിന്റെ റീസൺ എന്താണ്? അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണോ? ഈസ് ഇറ്റ് ഈ പറഞ്ഞ മാതിരി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയാണോ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, കാരണം ഹെർണിയയ്ക്ക് ഒരുപാട് കോസസ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു കോസാണ് ഈ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെർണിയ കുറച്ച് കോമൺ ആണെന്നുള്ളത്. പക്ഷേ അത് കൂടാതെ നമ്മുടെ വയറ്റിനകത്ത് പ്രഷർ കൂടുന്ന എല്ലാ കണ്ടീഷൻസും ഹെർണിയയ്ക്ക് കോൺട്രിബ്യൂട്ടീവ് ആണ്. അതായത് നമ്മുടെ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഒരുപാട് നാളത്തെ കോൺസ്റ്റിപ്പേഷൻ, ഒരുപാട് നാൾ ശക്തമായിട്ടുള്ള ചുമ ഉണ്ടാവുന്നത്, ഇതൊക്കെ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ശരീരഭാരം, പിന്നെ സ്മോക്കിംഗ് ഒരു ഫാക്ടറാണ്. അതുപോലെ പ്രഗ്നൻസിയിൽ നമ്മുടെ വയറ് നന്നായിട്ട് ഡിസ്റ്റൻ്റ് ആകുമ്പോൾ മസിൽസിന് നാച്ചുറലി ഒരു വീക്ക്നെസ് വരാനും ഒരു ഡിഫക്റ്റ് വരാനും ഹെർണിയ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർജറീസ്, നമ്മൾ സർജറി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പോയിന്റ് എപ്പോഴും ഒരു വീക്ക് പോയിൻ്റാണ്, അതിലൂടെയും ഹെർണിയാസ് വരാം. സോ ഇത്രയും കോസസ് ഉണ്ട് ഹെർണിയാസിന്. ഔട്ട് ഓഫ് വിച്ച് ലൈഫ് സ്റ്റൈൽ, നമ്മൾ പറയുന്ന പോലെ ഈ ഒരുപാട് ഹെവി വെയ്റ്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക്
ഡെഫിനറ്റ്ലി കുറച്ചൊരു ചാൻസ് കൂടുതലാണ്. അതായത് ഹെവി വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലേ? ഓക്കെ, ഹെവി വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളല്ല, പക്ഷെ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ജിം ബ്രോസിനെയാണല്ലോ, ജിം ബഡീസ്. അപ്പൊ അവർ ഈ പറഞ്ഞ മാതിരി 150 കിലോ 100 കിലോ ഒക്കെ പൊക്കുന്ന ആളുകളുണ്ട് അല്ലേ? അവർ ഓൺ ഡെയിലി ബേസിസ്. അപ്പൊ അവർക്ക് ഹെർണിയക്ക് ചാൻസ് ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറേ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യുക, അത് കൂടാതെ നമ്മുടെ കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യുക. നമ്മളിപ്പം ബൈസെപ്സോ ട്രൈസെപ്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ കോർ മസിൽസ് ലൈക്ക് അബ്ഡോമിനൽ ക്രഞ്ചസ്, അബ്ഡോമിനൽ പ്ലാങ്ക്സ്, പെൽവിക് ടിൽസ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അബ്ഡോമിനൽ വാൾ സ്ട്രെങ്തൻ ആവും. അപ്പോൾ പിന്നെ ഈ ചാൻസസ് വളരെ കുറവായിരിക്കും. അതുകൂടാതെ ഈ വാം അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഓഫും ചെയ്യുക. എല്ലാം വർക്കൗട്ട് കഴിയുമ്പോൾ കൂൾ ഓഫ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് യു മസിൽസ് ഗെറ്റ് സ്ട്രെച്ച്ഡ് ഇൻ ആൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട് ഓൾസോ. അതുകൂടാതെ നമ്മൾ ഹെവി വെയ്റ്റ്സ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. എല്ലാം ഒരേ ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇൻക്രീസ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ അബ്ഡോമിനൽ വാളിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടുന്നത്. സോ ഇഫ് യു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് ഗെറ്റ് എ ഗുഡ് ട്രെയിനർ, the chances are very slim. ഓക്കെ, ഇപ്പം ഹെവി വെയ്റ്റ്സ് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുമോ? ഏതൊക്കെ ആളുകൾക്കാണ് അതിന് ചാൻസസ് കൂടുതലുള്ളതെന്ന്? യൂഷ്വലി നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് നല്ല ഹെവി മാനുവൽ ലേബർ ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷൻ തന്നെയാണ്. ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഹെവി ഫിസിക്കൽ സ്ട്രെയിൻ ഓൺ എ റൂട്ടീൻ ബേസിസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും കാണാറ്. ഓക്കെ, ഇപ്പോൾ ഈ ഹേർണിയായിട്ട് വരുന്ന ആളുകളെ അവരോട് കൂടുതലും ശ്രദ്ധിക്കാൻ, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഹേർണിയ ഉണ്ട്, അതൊരു ഏർലി സ്റ്റേജിലാണെങ്കിൽ ആ ഹേർണിയ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കാൻ നമ്മൾ യൂഷ്വലി പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. വൺസ് ഹേർണിയ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ഒരുപാട് ലിഫ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഈ അബ്ഡോമിനുള്ളിലുള്ള പ്രഷർ കൂടുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ചുമയുണ്ടെങ്കിൽ ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാതെയും മൂത്രം പോകാനുള്ള തടസ്സം വരാതെയും ശ്രദ്ധിക്കുക. ഓക്കെ,